നമസ്കാരം. പാലക്കണ്ട ചെകുത്താനെ പോലെയാണ് സന്ദീപ് വാര്യർ എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. ബി ജെ പിയിൽ പാലക്കാട് വലിയ പൊട്ടിത്തെറിയുണ്ടായപ്പോൾ അവിടെ 9ഓളം കൗൺസിലർമാർ യോഗം ചേർന്ന് ബി ജെ പിയിൽ നിന്ന് രാജിവെക്കും എന്ന് പ്രഖ്യാപനമുണ്ടായപ്പോൾ അതിൽ സന്ദീപ് വാര്യർ ഇടപെട്ടു എന്ന് പറയുന്ന ഒരു സംഭവത്തെ തുടർന്നാണ് കെ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. പാലക്കാട് ഒരാളും രാജിവെക്കാൻ പോകുന്നില്ല, മാത്രമല്ല ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ എതിരിടുകയും സന്ദീപ് വാര്യരെ വളരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം അധിക്ഷേപിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ സന്ദീപ് വാര്യർ ക്രൈമിനോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ സുരേന്ദ്രൻ്റെ സ്ഥിതി. അല്ല, അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് എന്താ പറഞ്ഞിരുന്നത്? ഞാൻ 150 വക്താക്കളിൽ ഒരാൾ മാത്രമാണ്, ഒന്നും സംഭവിക്കില്ല. 18,700 വോട്ടിന് തോറ്റു കഴിഞ്ഞിട്ട് ഈ സുരേന്ദ്രൻ പിന്നെ പാലക്കാട് വന്നിട്ടുണ്ടോ? പിന്നെ പാലക്കാട് പ്രശ്നം ഉണ്ടാക്കിയത് ഞാനൊന്നുമല്ലല്ലോ, അവരെ പാർട്ടിക്കാർ തന്നെയല്ലേ യോഗം വിളിച്ച് 10-80 പേര് ചേർന്ന യോഗം ചേർന്നിട്ട് അവരുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഇപ്പോൾ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പ്രസിഡന്റിനെതിരെ ആക്ഷേപം ഉന്നയിച്ചത്. ഞാൻ അതിൽ ഒരു തരത്തിലും കക്ഷിയല്ലല്ലോ. ഞാൻ പുറത്ത് കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ലേ. അപ്പോ ആരും പോയില്ല എന്ന് പറഞ്ഞിട്ട് ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതാണ് സുരേന്ദ്രന്റെ രാഷ്ട്രീയമെങ്കിൽ അതിൽ സന്തോഷിക്കട്ടെ. പകരം ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ സാധാരണഗതിയിൽ ഇത്തരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോൾ ആ എതിർ ശബ്ദങ്ങൾ കൂടി ചെവി കൊടുക്കുക എന്നുള്ളതല്ലേ സാമാന്യമായിട്ടുള്ള മര്യാദ. ഇപ്പോഴിതാ സന്ദീപ് വാര്യർ തിരിച്ചടിച്ചിരിക്കുന്നു. അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നു, കെ സുരേന്ദ്രൻ സന്ദീപ് വാര്യരെ കാണുമ്പോൾ, സന്ദീപ് വാര്യരെ ഓർക്കുമ്പോൾ കുരിശ് കണ്ട ചെകുത്താനെ പോലെയാണ് എന്നാണ് അദ്ദേഹം തിരിച്ചടിച്ചിരിക്കുന്നത്. അതോടൊപ്പം കെ സുരേന്ദ്രൻ്റെ സ്ഥിതി തെങ്ങിൽ നിന്ന് വീണിട്ടും ഒന്നും സംഭവിച്ചില്ല, എന്നാൽ തല കാണാനില്ല എന്ന് പറയും പോലെയുള്ളൊരവസ്ഥയാണ് നമ്മുടെ കെ സുരേന്ദ്രൻ്റെത് എന്നാണ് അദ്ദേഹം തിരിച്ചടിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഉരുളയ്ക്കുപ്പേരി പോലെ കൃത്യമായി മറുപടി തന്നെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്, സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി ജെ പിയിൽ വന്നിട്ട് ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും ആയിട്ടില്ല. അവരുടെ സ്ഥിതി, കെ കരുണാകരൻ്റെ മകളുടെ സ്ഥിതി ബി ജെ പിയിൽ എന്താണ് എന്നാണ് മറുചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്തായാലും സന്ദീപ് വാര്യരെ പറ്റി പറഞ്ഞ കാര്യങ്ങൾക്ക് തിരിച്ച് വലിയ തോതിലുള്ള വില തന്നെയാണ് കെ സുരേന്ദ്രൻ നൽകേണ്ടി വരുന്നത്. അതിരൂക്ഷമായ ഭാഷയിലാണ് സന്ദീപ് വാര്യർ പ്രതികരിച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹം പറഞ്ഞ പൂർണ്ണമായ കാര്യങ്ങൾ കേൾക്കാം. പാല വീണ ചെകുത്താനാണ് താങ്കൾ എന്നാണ് പറഞ്ഞത്. എന്താണ് താങ്കളുടെ പ്രതികരണം? സുരേന്ദ്രൻ എന്നെ കണ്ട കുരിശിനെ കണ്ട സാത്താനെ പോലെയാണ്. സുരേന്ദ്രൻ എന്തിനാണ് വിരളി പിടിക്കുന്നത്? വേറെന്താ സുരേന്ദ്രൻ പറഞ്ഞു? അതായത് കോൺഗ്രസിൽ പോയിട്ട് യാതൊരു അവിടെ വിലയും നിലയും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നേക്കാൾ മുമ്പ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ പത്മജ വേണുഗോപാലിന് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റെങ്കിലും ആക്കിയിട്ട് വേണ്ടത് പറയാൻ. കോൺഗ്രസ് എനിക്ക് കൃത്യമായിട്ട് എന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പിന്നെ അവരുടെ സംഘടനാ നടപടി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് സുരേന്ദ്രൻ നോക്കണ്ടല്ല. സുരേന്ദ്രന്റെ പാർട്ടിക്കുള്ളിൽ വന്ന കെ കരുണാകരന്റെ മകൾ പത്മജയനെ ഒരു ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് പോലും ഒരു വർഷമായിട്ട് ആയിട്ടില്ല. PC ജോർജ് എവിടെ എത്തിയിട്ടില്ല. അപ്പോ അതൊക്കെ ചെയ്തിട്ട് പോരെ സുരേന്ദ്രൻ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കുന്നു. അതേപോലെ താങ്കൾ പാലക്കാട് പോയിട്ട് യാതൊന്നും സംഭവിച്ചില്ല, അവര് ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് എന്താ പറഞ്ഞിരുന്നത്? ഞാൻ 150 വക്താക്കളിൽ ഒരാൾ മാത്രമാണ്, ഒന്നും സംഭവിക്കില്ല. 18,700 വോട്ടിന് തോറ്റു കഴിഞ്ഞിട്ട് ഈ സുരേന്ദ്രൻ പിന്നെ പാലക്കാട് വന്നിട്ടുണ്ടോ? പിന്നെ പാലക്കാട് പ്രശ്നം ഉണ്ടാക്കിയത് ഞാനൊന്നുമല്ലല്ലോ, അവരെ പാർട്ടിക്കാർ തന്നെയല്ലേ യോഗം വിളിച്ച് 10-80 പേര് ചേർന്ന യോഗം ചേർന്നിട്ട് അവരുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഇപ്പോൾ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പ്രസിഡന്റിനെതിരെ ആക്ഷേപം ഉന്നയിച്ചത്. ഞാൻ അതിൽ ഒരു തരത്തിലും കക്ഷിയല്ലല്ലോ. ഞാൻ പുറത്ത് കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളല്ലേ. അപ്പോ ആരും പോയില്ല എന്ന് പറഞ്ഞിട്ട് ആശ്വസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നതാണ് സുരേന്ദ്രന്റെ രാഷ്ട്രീയമെങ്കിൽ അതിൽ സന്തോഷിക്കട്ടെ. പകരം ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ സാധാരണഗതിയിൽ ഇത്തരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമ്പോൾ ആ എതിർ ശബ്ദങ്ങൾ കൂടി ചെവി കൊടുക്കുക എന്നുള്ളതല്ലേ സാമാന്യമായിട്ടുള്ള മര്യാദ. അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാനും ഒരു ഗ്രീവൻസ് ഫ്രീ അഡ്രസ്സർ. ഇത് ഭീഷണിപ്പെടുത്തിയിട്ടും എന്താ പറയാ താൻ പോരിമ കാണിച്ചിട്ടുള്ള പരിപാടികളല്ലേ നടക്കുന്നത്. ഒക്കെ ഏറെ കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഏകാധിപത്യപരമായിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഒരിക്കലും ആളുകളെ തളച്ചിടാൻ കഴിയില്ല, ദീർഘകാലം തളച്ചിടാൻ കഴിയില്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. അതൊരു കാലത്തിന്റെ കാവ്യനീതിയാണ്.
ഇപ്പം ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഇവരെ ഈ കൗൺസിലർമാരെ ഇപ്പം ഇന്ന് രാജിവെക്കുമെന്ന് പറഞ്ഞ ആൾക്കാരെ അല്ല അവിടെ പറഞ്ഞു? അവിടെ RSSന്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായിട്ടും ഒരു ഭീഷണിയുടെ സ്വഭാവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. കാരണം പാലക്കാട് നഗരമായതുകൊണ്ട് ആ രീതിയിലുള്ളൊരു ഭീഷണി സ്വാഭാവികമായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അതല്ലെങ്കിൽ മറ്റ് രീതിയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുമൊക്കെ ഏറെക്കാലം ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ശൈലിയെ തടഞ്ഞ് ആ രീതി കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഉം, മനുഷ്യർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ജനാധിപത്യപരമായിട്ടൊരു സംഘടന മുന്നോട്ട് കൊണ്ടുപോവുക, അതൊക്കെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് 2025 ഇവിടെ ഭരണഘടന നിലവിൽ വന്ന് 75 വർഷം തികഞ്ഞതിൻ്റെ റിപ്പബ്ലിക് ദിനം നമ്മൾ ആഘോഷിച്ചതേ ഉള്ളൂ. അപ്പോൾ ആ വളരെ ഒരു മെച്യൂർഡ് ഡെമോക്രസിയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഒരു ദേശീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടി പുറത്തേണ്ട സാമാന്യമായിട്ടുള്ള ചില മര്യാദകളുണ്ടല്ലോ, അതൊക്കെ അതിലംഘിച്ചുകൊണ്ട് ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ രീതിയിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വലിയ തോതിൽ ആളുകൾ അസ്വസ്ഥരാകും. ആ അസ്വസ്ഥത പിന്നീട് ഒരു ഒരു വലിയ വിപ്ലവമായിട്ട് പുറത്തേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അത് സ്വാഭാവികമാണ്, അത് ലോകനീതിയാണ്, അത് നടന്നിരിക്കും. അതായത് സന്ദീപ് വാര്യർ പറയുന്ന ഇപ്പോൾ ഭീഷണിപ്പെടുത്തി അവരെ എത്രമാത്രം അടക്കി ഒതുക്കി നിർത്തിയാലും ഒരു സമയം വരുമ്പോൾ പൊട്ടിത്തെറിക്കും എന്നാണ് പറയുന്നത് പാലക്കാട്. അല്ല, അത് നിലവിൽ പൊട്ടിത്തെറിച്ചല്ലോ. ഇതിലെല്ലാം പരസ്യമായിട്ടാണല്ലോ പ്രതികരിച്ചത്. BJPയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇത്രയും ആളുകൾ ഒരുമിച്ച് യോഗം ചേർന്ന് പരസ്യമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ സുരേന്ദ്രൻ പറയുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ തെങ്ങുമെന്ന് കൊണ്ട് തല കാണാനില്ല എന്ന് പറയുന്നത് പോലെയാണ്. വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അച്ഛൻ തെങ്ങുമെന്ന് കൊണ്ട് ഒന്നും സംഭവിച്ചില്ല, തല കാണാനില്ല എന്ന് പറഞ്ഞ പോലെയാണ് സുരേന്ദ്രൻ പറയുന്നത്. ഓക്കെ അത് ഓക്കെ ഓക്കെ താങ്ക് യു. ശരി 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 ശരി.